ഇന്ത്യയിലെ ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ആരെയെന്നോ വീഴ്ചയിൽ ഉത്തരം തരേണ്ടത് ആരെന്നോ വ്യക്തതയില്ല. ഒരു കാലത്ത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്ന ട്രെയിൻ അപകടം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്തിൽ നിരന്തരമുള്ള ഒന്നായി മാറി. ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത് സാമൂഹ്യപരവും രാഷ്ട്രീയപരവുമായി കേന്ദ്രം ചോദ്യത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന കൃത്യമായ സമയത്ത് മാധ്യമ മനുഷ്യ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നതാണ് സത്യം. ഈ അവസാനമുണ്ടായ ഗോണ്ട ട്രെയിൻ അപകടം വരെ അത്തരത്തിൽ ആരോ പടച്ചുകെട്ടിയ അപകടങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. കാരണം നീറ്റ് വിഷയം മുതൽ അജിത് പവാർ യോഗി ഭിന്നത വരെ തകർച്ചയുടെ മുകളത്തിൽ നിൽക്കുന്ന കേന്ദ്രഭരണം ആ തകർച്ചയിൽ വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രപരമായ അപകടം. ഇതിനു മുൻപുണ്ടായ ട്രെയിൻ അപകടങ്ങൾ തന്നെയാണ് ഇപ്പോഴുണ്ടായ അപകടം രാഷ്ട്രീയപരമാണെന്ന് വിളിക്കാനുള്ള കാരണം. മണിപ്പൂർ വിഷയത്തിൽ രാജ്യവും ലോകവും മുഴുവൻ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്ന നേരത്ത് കരുതിക്കൂട്ടിയുണ്ടായ ഒരു വലിയ അപകടം. അത്രയും നാള് മണിപ്പൂർ നിറഞ്ഞിരുന്ന പത്രക്കോളങ്ങൾ പിന്നീട് ബാലസോറിനായി നിറഞ്ഞു. ചർച്ചകൾ അപകടങ്ങളെക്കുറിച്ചായി. അതിനിടയ്ക്ക് മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തെ വിമർശിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു. അന്ന് സിഗ്നൽ തകർന്നു എന്ന് പേരിട്ടുകൊണ്ട് മോദിയും കൂട്ടരും ഉണ്ടാക്കിയെടുത്ത അപകടത്തിൽ നഷ്ടപ്പെട്ടത് 296 ജീവനുകൾ. അതിൽ കാലുകൾ നഷ്ടപ്പെട്ടും കൈകളില്ലാതെയും അല്പായുസുമായി 1200-ലധികം പേരും. അതിനുശേഷം ഏതാനും മാസങ്ങൾ മുൻപ് പശ്ചിമ ബംഗാളിൽ സിലിഗുരിയിൽ എക്സ്പ്രസ് ട്രെയിനും ഗുഡ്സ് ട്രെയിനും ഇടിച്ച് മറ്റൊരു അപകടമുണ്ടായി. മൂന്നാം ഭരണം കിട്ടിയിട്ടും നീറ്റ് പരീക്ഷാ വിഷയത്തിലും വിദ്വേഷ പ്രസംഗത്തിലും പ്രതിപക്ഷ ചോദ്യങ്ങളും കൊണ്ട് ഉത്തരം മുട്ടിയ നേരം ശ്രദ്ധ തിരിക്കാൻ കണ്ടെത്തിയ അടുത്ത മാർഗം വീണ്ടും ഒരു ട്രെയിൻ അപകടം. അടുത്തത് അവസാനമായി 3 പേരുടെ ജീവനും 30 പേർക്ക് പരിക്കും പറ്റിയ ഗോണ്ട ട്രെയിൻ അപകടം. അതുണ്ടാക്കിയിരിക്കുന്നതോ രാഷ്ട്രീയപരമായി NDA ഘടകം പൊട്ടിപ്പാളീസാകുന്നതിന്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത്. രാജ്യസഭയിലെ ഭൂരിപക്ഷം NCP പിളർപ്പ്, ഉത്തർപ്രദേശിലെ തിരിച്ചടി, ഒപ്പം കേന്ദ്ര പരീക്ഷകളിൽ തിരിമറി എന്നിങ്ങനെ എല്ലാം കൊണ്ട് കേന്ദ്രം വിയർപ്പ് മുട്ടിയിരിക്കുന്ന നേരം വീണ്ടും ഇതാ മറ്റൊരു ട്രെയിൻ അപകടം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം, രാജ്യം നശിച്ചാലും ആര് മരിച്ചാലും തങ്ങളുടെ തടി തപ്പി ശ്രദ്ധ തിരിക്കുക എന്നത് തന്നെയാണ് BJP സർക്കാരിന്റെ ലക്ഷ്യം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നതും.